പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് പല പ്രമുഖരും വോട്ടിങ്ങിൽ അട്ടിമറി അല്ലെങ്കിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ പലരും അട്ടിമറി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒന്നാം സ്ഥാനത്ത് ഇത് അർജുന്റെ തിരിച്ചുവരവാണ് ഞെട്ടിച്ചിരിക്കുന്നത്. അർജുൻ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ കണ്ടാണ് ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ അർജുൻ ഉണ്ടായെങ്കിൽ 1, 2, 3 സ്ഥാനങ്ങളിലായിട്ട് അർജുൻ മാറി മറിഞ്ഞിരിക്കുക. നിലവിൽ 9 മണി വരെയുള്ള വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് 73,389 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക. നേരിയ ഡിഫറൻസിലാണ് ജാസ്മിൻ നിൽക്കുന്നത്. 69,841 പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമേ ഡിഫറൻസ് ഉള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ വിട്ടുകൊടുക്കാൻ ഉറപ്പിച്ചുള്ള ഒരു മുന്നേറ്റം വീണ്ടും കാഴ്ചവെക്കുന്നുണ്ട്. 64,000 വോട്ട് കടന്ന് 64,037 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം പൊസിഷനിൽ ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് അഭിഷേകത വീണ്ടും എത്തിയിരിക്കുകയാണ് നാലാം പൊസിഷനിലേക്ക്. 52,174 വോട്ട് മാത്രമാണ് അഭിഷേകിന് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോൾ. 5ാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ ശ്രീധു തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീധുവിന് വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. 51,736 വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ഋഷിയാണ്. ഋഷിക്ക് 45,277 വോട്ട് മാത്രമാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ഋഷി ഡേഞ്ചർ പൊസിഷനിൽ തുടരുമ്പോൾ ആരൊക്കെ സീസൺ 6 കപ്പ് ഉയർത്തുന്ന അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ആദ്യ ടോപ്പ് 4 ഏത് മത്സരാർത്ഥി വേണമെങ്കിലും ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ 6 വിന്നറാനുള്ള സാധ്യതയുണ്ട്. എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാൻ ഡയറക്ടറിന്റെ കൺഫർമേഷൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടം മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പൊ നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.